PD ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണത്തെ ന്യായീകരിച്ച് CPM നേതാക്കൾ രംഗത്തെത്തി. തലസ്ഥാനത്തുണ്ടായത് സ്വാഭാവിക പ്രതികരണമെന്നാണ് EP ജയരാജൻ പറഞ്ഞത്. പ്രവർത്തകർ ശാന്തരായ ശേഷം വാഹനം പുറത്തേക്ക് എടുക്കണമായിരുന്നുവെന്ന് V ശിവൻകുട്ടി പറഞ്ഞു. ED ആരും ആക്രമിച്ചിട്ടില്ല എന്നും ആക്രമണം ഇങ്ങനെയൊന്നുമല്ല എന്നുമാണ് M സ്വരാജിന്റെ പ്രതികരണം. ED പരിശോധനയെ സഹായിക്കാനാണ് മുഖ്യമന്ത്രി കന്റോൺമെന്റ് ഹൌസ് ഒഴിഞ്ഞ ക്ലിഫ് ഹൌസിലേക്ക് മാറാത്തതെന്നും സ്വരാജ് ആരോപിച്ചു. കേടുപാടുകൾ സംഭവിച്ച കാർ ഉടമയുടെ നഷ്ടം പരിഹരിക്കുമെന്ന് ജില്ലാ സെക്രട്ടറി A റഹീം പറഞ്ഞു. റെയ്ഡ് കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അവരൊരു പക്വമായ നിലപാടാണ് സ്വീകരിച്ചത്. ബോധപൂർവം ഒരു പ്രശ്നമുണ്ടാക്കാനല്ലേ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്. ക്ഷുഭിതരായ ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായും ക്ഷുഭിതരായ ജനക്കൂട്ടം ഏത് ഗാന്ധിയന്മാരും പ്രതികരിച്ചു പോകില്ലേ? സ്വാഭാവികമായിട്ട് ഇത്ര വലിയ ജനക്കൂട്ടം പ്രതിഷേധിക്കാൻ വേണ്ടി നിൽക്കുന്ന സാഹചര്യത്തിൽ അതിന് ഒരു ശാന്തത ഉണ്ടായ ശേഷം ED ഉദ്യോഗസ്ഥന്മാർ ഇറങ്ങണമായിരുന്നു. പ്രകടനവും അതൊരു പ്രതിഷേധം നടന്നതിന് വേണ്ടി വന്ന ആൾക്കാരുടെ നേരെ വാഹനം വരികയാണ് ചെയ്തത്. അങ്ങനെയാണ് സംഭവങ്ങളുണ്ടായത്. ED ആരും ആക്രമിച്ചിട്ടില്ല. അക്രമം ഇങ്ങനെയൊന്നുമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം. ഇതൊരു അക്രമമേ അല്ല. കന്റോൺമെന്റ് ഹൌസ് ഒഴിഞ്ഞു കൊടുക്കാതെ കുറച്ചു നാൾ കൂടി വാടകയ്ക്ക് തന്നെ താമസിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ച് ഈ അന്വേഷണ ഏജൻസികൾ ഒരു പ്രതീതി സൃഷ്ടിക്കുന്നതിനുള്ള നാടകം കളിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതാണ് എന്ന വിമർശനം എന്ന ആരോപണം സമൂഹത്തിൽ ഉയർന്നു വരികയാണ്. ഒരു ടാക്സി കാർ, അയാളൊരു തൊഴിലാളിയാണല്ലോ, ഒരു സാധാരണ തൊഴിലാളി, ആ കാർ ഉപയോഗിച്ച് ഉപജീവനമാർഗം നടത്തുന്നയാളാണ്. അദ്ദേഹത്തിനുണ്ടായ വ്യക്തിപരമായ ആ നഷ്ടത്തിൽ ഞങ്ങൾ അദ്ദേഹത്തോട് അങ്ങേയറ്റം വളരെ കൃത്യമായി തന്നെ സംസാരിക്കുകയും അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ കേൾക്കുകയും അദ്ദേഹത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കുന്നതിനുള്ള ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്.